കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനം ഷിന്നിനെ പോലീസുകാരും സാൻഹോയെ കൊല ചെയ്തു എന്ന് ആരോപിച്ച് അറസ്റ്റ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. പോലീസും അവനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. സാൻഹോയെ നിനക്ക് എങ്ങനെ അറിയാം? ഞാൻ അവന്റെ വക്കീലാണെന്ന് പറയുന്നുണ്ട്. അവനെ എത്ര കാലമായിട്ട് അറിയാം? ഈ വളരെ അടുത്താണ് ഞാൻ അവനെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിനർത്ഥം അവൻ മരിക്കുന്നതിന് മുന്നേ നിങ്ങൾ കണ്ടുപൊട്ടിയെന്നാണോ? അതിന് ഷിന്നും അങ്ങനെയും പറയാം. പോലീസിന് ദേഷ്യം വരുന്നുണ്ട്. കൃത്യമായ ഒരു ഉത്തരവും ഷിന്ന് അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ ഹാനും സാൻഹോയുടെ അമ്മായിയച്ഛനോട് സംസാരിക്കുന്നുണ്ട്. ഷിന്നിനെ കുറിച്ച് അവളും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സാൻഹോയുടെ ലോയറാണ് ഷിൻ. മരിക്കുന്നതിന് മുന്നേ അവൻ ലോയറിനെ കണ്ടിട്ടുണ്ട്. ഞാൻ അവന്റെ ഓഫീസിൽ സാൻഹോയുടെ ഹാൻഡ് റൈറ്റിംഗ് കണ്ടു. അത് ലാബിലുള്ള ഹാൻഡ് റൈറ്റിംഗുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട്. അയാളും അവന് വെറുതെ ഓരോന്ന് ചുവരിൽ എഴുതുന്ന സ്വഭാവമുണ്ട്. ആ ഷിൻ ഒരു ലോയർ ആണെങ്കിൽ അയാൾ എന്തിനാ എന്നോട് ഈ രീതിയിൽ പെരുമാറിയിട്ടുണ്ടായിരുന്നത്? അതിന് ഹാനം അയാൾക്ക് എന്തൊക്കെയോ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ഡിലൂഷൻ പോലെ ഷിന്നിനെതിരായി നിങ്ങൾക്ക് കേസ് എന്തെങ്കിലും കൊടുക്കണം എന്നുണ്ടെങ്കിൽ കൊടുക്കാം എന്ന് പറയുമ്പോൾ അയാളും ഉള്ള തലവേദന പോരാത്തതിനാണോ വേറൊന്നും അതൊന്നും വേണ്ട, നമ്മുടെ കേസ് ഫോക്കസ് ചെയ്താൽ മതി. അവളും ആ വീട് മുഴുവൻ നിരീക്ഷിക്കുന്നുണ്ട്. അയാളുടെ ഭാര്യയും അവളെ ശ്രദ്ധിക്കുന്നത് അയാളെ മനസ്സിലാക്കിയിട്ട് നേരെ വൈകിയല്ലോ നിങ്ങൾ വീട്ടിലേക്ക് പോകുന്നില്ലേ എന്ന് ചോദിക്കുമ്പോ ഹാനം നിങ്ങളുടെ ഭാര്യയ്ക്ക് രോഗമുണ്ടെന്ന കാര്യം എന്നോട് എന്തുകൊണ്ടാ പറയാതിരുന്നത്? അതിനാളും അത് ഈ കേസുമായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു കാര്യമാണ്, ഞങ്ങളുടെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യം. ഹാനം സാൻഹോ അവരുടെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണ് എന്നുള്ള റിസർച്ച് പകുതി വഴിയിൽ ഉപേക്ഷിച്ചു എന്നാണല്ലോ ഞാൻ കേട്ടത്. അത് ശരിയാണോ? അല്ല എന്നയാളും ഇത് സത്യമാണെങ്കിൽ ഒരു കൊലപാതകത്തിന് വേണ്ടുന്ന കൃത്യമായ മോട്ടീവ് അത് തന്നെയാണ്. അയാളും കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. 17 വർഷമായിട്ടുണ്ടാവും അവൾ ഈ അവസ്ഥയിലായിട്ട്. മകൾ സ്കൂളിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായി ആ രോഗത്തിന്റെ സിംറ്റംസും അവർ കാണിക്കാനായിട്ട് തുടങ്ങിയത്. ഇവരും ചെക്കപ്പ് ഒക്കെ നടത്തി നോക്കുന്നുണ്ട്. അവളുടെ രോഗം ഞങ്ങളുടെ കുടുംബത്തെ മുഴുവൻ ഇല്ലാതാക്കി. അവൾക്ക് വേണ്ടുന്ന എല്ലാ ട്രീറ്റ്മെന്റ്സും ഞാൻ കൊടുത്തു നോക്കി, പക്ഷെ ഒന്നും തന്നെ ഫലം കണ്ടില്ല. ഞാനും അത് വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറായിരുന്നില്ല. ഒരു സയന്റിസ്റ്റായി ഞാൻ ഇതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാമെന്ന് തീരുമാനിച്ചു. പക്ഷെ എത്ര ശ്രമിച്ചിട്ടും എനിക്കത് കഴിയുന്നുണ്ടായിരുന്നില്ല. ഒരു മരുന്നും കണ്ടുപിടിക്കാനായിട്ട് കഴിഞ്ഞില്ല. അമ്മയുടെ അവസ്ഥയിൽ വിഷമിച്ചിരിക്കുന്ന മകളോട് അയാളും ഒരു ദൈവവും നമ്മളെ രക്ഷിക്കാനായിട്ട് പോകുന്നില്ല. നിന്റെ അമ്മയെ രക്ഷിക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ, അത് സയൻസ് ആണ്. അതുകൊണ്ടാണ് അവളും സയൻസ് ഫീൽഡ് തിരഞ്ഞെടുത്തത്. അയാളുടെ പരീക്ഷണങ്ങളൊന്നും തന്നെ ഫലം കാണാത്തപ്പോ അയാൾക്കും ദേഷ്യം വരുന്നുണ്ട്. എന്നെക്കാളും ബ്രില്യന്റ് ആയിട്ടുള്ള ഒരാൾക്ക് ഇത് ചെയ്യാനാകൂ എന്ന് ഞാൻ കരുതി. അങ്ങനെയാണ് സാൻഹോയെ ഞാൻ കണ്ടെത്തിയത്. ഹാനം അയാളത് ചെയ്ത് വന്നപ്പോ നിങ്ങൾക്കും ദേഷ്യം വന്ന് കാണും അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ശേഷം ഷിന്നിന്റെ അമ്മയാണ് കാണിക്കുന്നത്. അവരും പോലീസ് സ്റ്റേഷന് പുറത്ത് ഷിന്നിനെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. പോലീസ് സ്റ്റേഷന്റെ ഉള്ളിലും ഒരു പോലീസുകാരനും പ്രോസിക്യൂട്ടറോട് അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ഷിന്നിന്റെ ഗ്ലൗസിന്റെ ഫോറൻസിക് റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. സാൻഹോയുടെ മരണത്തിന് ശേഷമായിരിക്കണം അവൻ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. ഷിന്നിന്റെ ഫിംഗർ പ്രിന്റ് ഗ്ലൗസിന് അകത്ത് മാത്രമേ ഉള്ളൂ. ഗ്ലൗസ് ആൾ അവിടെ ഉപേക്ഷിച്ചത് മരണത്തിന് ഒരുപാട് സമയം കഴിഞ്ഞിട്ടാണ്. ആള് സാൻഹോയുടെ ബോഡി എടുക്കുന്ന സമയം അതവിടെ ഉപേക്ഷിച്ചതാകാനാണ് സാധ്യത. പ്രോസിക്യൂട്ടറും അപ്പോ അയാളാണോ സാൻഹോയുടെ ബോഡി കണ്ടെത്തിയത് എന്ന് പോലീസും അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ അയാൾക്ക് എങ്ങനെ അറിയാം സാൻഹോയുടെ ബോഡി അവിടെ ഉണ്ടെന്ന്? ഈ ഷിന്ന് ബോഡി കണ്ടെത്തി എന്നുള്ള കാര്യം ഇവിടെ അറിയിച്ചത് ആരാണെന്ന് ചോദിക്കുമ്പോ അയാളും എമർജൻസി ലൈനിലാണ് കോള് വന്നത്, ആരാണ് വിളിച്ചതെന്ന് കണ്ടുപിടിക്കാനായില്ല. ശരിക്കും ഹാൻഡ് സുപ്പീരിയർ ആണ് പോലീസിനെ വിളിച്ച് വിവരം അറിയിച്ചിട്ടുണ്ടായിരുന്നത്. അയാളും ശരിക്കും വലിയ ഷോക്കിലായിരുന്നു. ഷിന്നിന് എങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് സാധിക്കുന്നത് എന്ന് അയാൾക്ക് സംശയമുണ്ട്. അസിസ്റ്റന്റും ഒരു കാര്യം അയാളോട് പറയുന്നുണ്ട്. നിങ്ങൾ ഷിന്നിന്റെ പിന്നാലെ പോയതിനുള്ള എല്ലാ എവിഡൻസും ഞാൻ നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. CCTV ഫുട്ടേജസും ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അയാളും ഷിന്നിനെ ഫോളോ ചെയ്യാനായിട്ട് ആരെങ്കിലും ഏൽപ്പിക്കണം എന്ന് പറയുന്നുണ്ട്. ഇവിടെ ഷിന്നിനെയും തെളിവുകളൊന്നും കിട്ടാത്തത് കൊണ്ട് തന്നെ അവൻ അവിടെ നിന്ന് പറഞ്ഞേക്കുന്നുണ്ട്. അവന്റെ ഫാമിലിയും അവനെ കാണുന്നുണ്ടായിരുന്നു. ഷിന്നിന്റെ അമ്മയും അവനെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഷിന്നിന്റെ ഓഫീസിലേക്കാണ് അവരും പോകുന്നത്. ആ മന്ത്രം എഴുതിയിരിക്കുന്ന കാർഡുകള് ഷിന്നിന് അമ്മയും കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ എന്താ? ഷിന്നും അമ്മയ്ക്ക് ഇക്കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നോ? അവന്റെ അമ്മയും അതെല്ലാം നശിപ്പിക്കാനായിട്ട് ശ്രമിക്കുമ്പോ ഷിന്നു അത് തടയുന്നുണ്ട്. ഇതെന്റെ ഓഫീസാണ്, ഇതെന്റെ വർക്കും. അവന്റെ അമ്മയും നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ? അങ്ങനെയൊന്നും സംഭവിക്കില്ല. നീ ആരെങ്കിലും ഉപദ്രവിച്ചാലോ? അതും സംഭവിക്കില്ല. അതെന്താ നിനക്ക് ഇത്ര ഉറപ്പ്? ഇതെല്ലാം എന്റെ തെറ്റാണ്. ഞാൻ സാൻഹോട് കള്ളം പറഞ്ഞു. സത്യം പറഞ്ഞ അവൻ എന്റെ ദേഹത്ത് കയറുമെന്ന് ഞാൻ പേടിച്ചു. അവനെ ആരോ കൊന്നതാണ്. അത് മാത്രല്ല അവനെ കേൾക്കാനും അറിയാനും സാധിക്കുന്ന ഒരാള് അവനോട് കള്ളം പറഞ്ഞു. അവനത് എന്തുമാത്രം വിഷമം ഉണ്ടായിരിക്കണം. അതെങ്ങനെ നിന്റെ തെറ്റാകുന്നത്? നിനക്കിത് ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഷിനും ഞാൻ ജയിലിൽ വെച്ചിട്ട് ഒരുപാട് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു എന്റെ ജീവിതം ഇങ്ങനെ ആയതിനെ കുറിച്ച്. ഞാൻ ജോലി ചെയ്യാനായിട്ട് നോക്കുമ്പോ ഒരു ജോലി എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ പ്രേതങ്ങളെ കണ്ട് അവർക്ക് ചെയ്യാനാകുന്ന സഹായം ചെയ്തപ്പോ പണത്തെക്കാലം വലുതായ ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. അതിൽ ഞാൻ സന്തോഷവാനാണ്. അമ്മയും ഇന്നലത്തെ പോലെ എന്തെങ്കിലും ഇനി സംഭവിച്ചാ എന്ത് ചെയ്യും? ഷിനും ഞാനിത് നിർത്തിക്കോളാം, ഇതൊക്കെ ഞാൻ കത്തിച്ചു കളയും. അങ്ങനെയൊക്കെ പറയുമ്പോ അമ്മയും കൺവിൻസ് ആകുന്നുണ്ട്. നീ സേഫ് ആയിട്ടിരിക്കണം. അത് ഷിന്നും പ്രോമിസ് ചെയ്യുന്നുണ്ട്. ശേഷം പ്രീതവും ഷിന്നിനെ കാണാൻ വേണ്ടിയിട്ട് അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവളുടെ ബോഡി കണ്ടെത്താനായിട്ട് സഹായിച്ചതുകൊണ്ട് ഷിന്നിനോടും അവൻ നന്ദിയൊക്കെ പറയുന്നുണ്ട്. ഷിന്നും അവനോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ അമ്മായിയച്ഛനാണ് നിങ്ങളെ കൊലപ്പെടുത്തിയത് എന്നല്ലേ നിങ്ങൾ വിശ്വസിക്കുന്നത്? അതുകൊണ്ടല്ലേ ഇന്നലെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കാട്ടിക്കൂട്ടിയിട്ടുണ്ടായിരുന്നത്? അതെന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചിന്തിക്കാനായിട്ടുള്ള കാര്യം? അതിനവനും ഞാൻ നിങ്ങളോട് എല്ലാം തുറന്നു പറയാം, പക്ഷെ അതിനു മുന്നേ എന്റെ ഭാര്യയെ എനിക്കൊന്ന് കാണണം. എനിക്ക് അവളോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിനുള്ള ഉത്തരവെല്ലാം തന്നെ ഞാൻ നിങ്ങൾക്ക് തരാം. അതിനവനും നിങ്ങളുടെ ഭാര്യ ജയിലിലാണല്ലോ. അവനും എങ്ങനെയെങ്കിലും
എങ്ങനെയെങ്കിലും എനിക്ക് കാണാൻ പറ്റണം. അതിനവനും അവളെ കണ്ടു കഴിഞ്ഞാൽ ഇന്നലത്തെ പോലെയൊക്കെ വീണ്ടും സംഭവിച്ചാലോ? നിങ്ങൾക്ക് എന്താണോ ചോദിക്കാനുള്ളത് അത് എന്നോട് പറയേ, ഞാനത് അവളോട് ചോദിച്ചോളാം. ആ സമയം നിങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്യണം. ശേഷം ഷിന്നും അവളെ കാണാൻ വേണ്ടിയിട്ട് ജയിലിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇക്കാര്യം മറ്റൊരാള് ഹാൻഡ് സുപ്പീരിയറിനോട് വിളിച്ച് പറയുന്നുണ്ട്. കാരണം ആള് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷിന്നിനെ ഫോളോ ചെയ്യാനായിട്ട് ഒരാളെ ഏൽപ്പിക്കണമെന്ന്. അവനും അവരെന്താണോ അവിടെ സംസാരിക്കുന്നത് അക്കാര്യങ്ങളൊക്കെ എനിക്കറിയണം. നിങ്ങൾക്ക് ജയിലിനകത്ത് കുറച്ച് പോലീസുകാരെയൊക്കെ പരിചയമുണ്ടല്ലോ. പ്രീതു അവന്റെ ഭാര്യയെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവളുടെ അവസ്ഥ കണ്ട് അവൻ ഒരുപാട് വിഷമാകുന്നുണ്ട്. ആ സമയമാണ് പുറത്തു നിൽക്കുന്ന പോലീസുകാരനും ആരോടോ സംസാരിക്കുന്നത് അവനും ശ്രദ്ധിക്കുന്നത്. അയാള് തന്റെ കയ്യിലൊരു പേന കരുതിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് എന്തോ റെക്കോർഡ് ചെയ്ത് വെക്കാമെന്ന് പറഞ്ഞിട്ടാണ് അയാൾ പോകുന്നത്. അത് കാണുമ്പോൾ പ്രേതത്തിനും ഒരു സംശയം തോന്നുന്നുണ്ട്. ഇവിടെ ഷിന്നും പേന എടുക്കാനായിട്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നു. അവിടെ സിഗ്നേച്ചർ ഇടണമായിരുന്നു. പ്രേതം അകത്ത് വന്നിട്ട് ആ പോലീസുകാരന്റെ കാര്യവും ഷിന്നോട് പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും ഷിന്ന് അവനോട് അവിടെ നിന്ന് പോകാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. പോലീസുകാരനും അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ഷിന്നും ഞങ്ങൾക്ക് ഇച്ചിരി പ്രൈവസി വേണം, കുറച്ച് പേഴ്സണൽ കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. അതിന് പോലീസും സാധാരണ ആൾക്കാരെ പ്രൊട്ടക്ഷൻ ഓഫീസർ ഇല്ലാതെ അങ്ങനെ ഒറ്റയ്ക്ക് സംസാരിക്കാൻ അനുവദിക്കാറില്ല. അതിന് ഷിന്നും ഞാൻ അവളുടെ ലോയർ ആണ്, വക്കീലിന് അത് ബാധകമല്ലല്ലോ. നിങ്ങളുടെ കയ്യിൽ ഒരു പേന ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, അത് എനിക്കൊന്ന് തരാമോ എന്ന് ചോദിക്കുമ്പോൾ അയാളും സന്തോഷത്തോടു കൂടി അത് കൊടുക്കുന്നുണ്ട്. നിങ്ങളത് തിരിച്ചു തന്നിട്ട് മാത്രമേ പോകാവൂ. അത് ഷിന്നും സമ്മതിക്കുന്നുണ്ട്. പ്രീതത്തിനും എന്തൊക്കെയോ പന്തികേട് തോന്നുന്നുണ്ട്. അവളും അവനോടൊരു കാര്യം ചോദിക്കുന്നുണ്ട്. എന്റെ ഭർത്താവിന്റെ ബോഡി കണ്ടെത്തിയത് നിങ്ങളല്ലേ? അത് ശരിക്കും സത്യമാണോ? സാൻഹോ മരിച്ചിട്ടുണ്ടായിരുന്നോ? അതേന്ന് ഷിന്നും അവളും കരയുന്നുണ്ട്. എന്റെ സാൻഹോ തന്നെയായിരുന്നു അല്ലേ അത്? അപ്പോഴാണ് പ്രീതവും പോലീസുകാരന്റെ കാര്യം പറയാനായിട്ട് ഷിന്റെ അടുത്തേക്ക് വരുന്നത്. അന്നേരം അവന്റെ ഭാര്യയും കരയുന്നതാണ് അവൻ കണ്ടിട്ടുണ്ടായിരുന്നത്. അയാള് ഒരു തെറ്റും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്നെ ഒരിക്കലും അയാള് കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിൽ നല്ലൊരു സയന്റിസ്റ്റ് ആയിട്ടും നല്ലൊരു ജീവിതം അയാൾക്ക് ഉണ്ടാകുമായിരുന്നു. എന്നെ കണ്ടത് അയാളുടെ ഭാഗ്യമില്ലായ്മയാണ്, അതുകൊണ്ട് അയാൾക്ക് മരിക്കേണ്ടി വന്നു എന്നൊക്കെ പറഞ്ഞ് കരയുന്നുണ്ട്. ആ സമയം ഷിന്നിന്റെ ദേഹത്തേക്ക് പ്രേതവും കയറുന്നുണ്ട്. അവനും അവിടെ ഇരുന്ന് കരയുന്നു. ഇത് കാണുമ്പോ സുജോങ്ങിനും എന്തോ പന്തികേട് തോന്നുന്നുണ്ട്. നിങ്ങൾ എന്തിനാ കരയുന്നത്? സുജോങ്, ഇത് ഞാനാണ് സാൻഹോ, നിന്റെ ഹസ്ബൻഡ്. ഇത് കേട്ടിട്ട് അവളും ഒന്നും തന്നെ വിശ്വസിക്കുന്നില്ല. ഇതെന്തൊക്കെയാ നടക്കുന്നത് എന്ന് പറഞ്ഞ് അവളും എഴുന്നേറ്റ് പോകാനായിട്ട് നടക്കുമ്പോ ഇവർക്ക് രണ്ടുപേർക്കും മാത്രം അറിയാന്നുള്ള ചില കാര്യങ്ങള് സാൻഹോയും അവളോട് പറയുന്നുണ്ട്. ഇവരും ലാബില് ഒരുമിച്ചുണ്ടായിരുന്നു. ഞങ്ങളുടെ സീക്രട്ട് കോഡായിട്ട് എനിക്ക് വിശക്കുന്നു എന്നുള്ള കാര്യമാണ് ഇവരും പറയാനായിട്ട് ഉപയോഗിച്ചിരുന്നത്. അത് ഇവർക്ക് മാത്രമേ അറിയൂ. ഇത് കേൾക്കുമ്പോൾ അവൾക്കും വിശ്വാസമൊക്കെ തന്നെ വരുന്നുണ്ട്. അത് അവളുടെ ഹസ്ബൻഡ് ആണ് എന്നുള്ള കാര്യം. ശരിക്കും നിങ്ങളാണോ? അവരുടെ വെഡിങ് ഡേറ്റും അവരുടെ കുറച്ച് പ്രൈവറ്റ് മൊമെന്റ്സും ഒക്കെ അവനും അവളോട് പറയുമ്പോൾ അവളും കരയുന്നുണ്ട്. ഞാൻ എവിടെയൊക്കെ നിങ്ങൾ അന്വേഷിച്ചു എന്നറിയാമോ? അവനും നീ എന്തിനാ എന്നെ അന്വേഷിച്ചത്? നിന്റെ അമ്മയ്ക്ക് ചികിത്സ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മരുന്ന് ഞാൻ കണ്ടുപിടിക്കണമെന്ന് കരുതിയിട്ടാണോ? ശരിക്കും എന്നോട് സത്യം പറയേ. നിന്റെ കുടുംബത്തോടായിരിക്കുന്ന സമയത്ത് ഞാനും സന്തോഷവാനായിരിക്കും എന്നാണ് ഞാൻ കരുതിയത്. അപ്പോഴാണ് മകളും അച്ഛനും സംസാരിക്കുന്ന കാര്യങ്ങള് ഇവളും ശ്രദ്ധിക്കുന്നത്. നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു റിസർച്ചും കിട്ടിയിട്ടില്ലല്ലോ, അവൻ എന്തായി ചെയ്യുന്നത്? അതിനവളും സാൻഹോയ്ക്ക് കുറച്ച് സമയം നിങ്ങൾ കൊടുക്കണം. റിസർച്ചിൽ ഒരു മാറ്റമില്ല. ഞാൻ എന്താ ചെയ്യേണ്ടത്? നിന്റെ കുടുംബത്തിന് ഒരു ഔട്ട്സൈഡർ മാത്രമാണ് ഞാൻ. നിങ്ങൾക്ക് സഹായം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ കണ്ടെത്തിയ ഒരാള്. അവളും അങ്ങനെയൊന്നും അല്ല എന്ന് അവനോട് പറയുന്നുണ്ട്. നിങ്ങൾ ശരിക്കും മരിച്ചോ? എനിക്കിത് സഹിക്കാനാകുന്നില്ല. അവനും നിന്റെ അച്ഛനാണ് എന്നെ കൊലപ്പെടുത്തിയത്. അതറിഞ്ഞിട്ടും നീ അതിന് സമ്മതിച്ചില്ലേ? എന്റെ അച്ഛനാണ് നിങ്ങളെ കൊലപ്പെടുത്തിയത്. അത് കാരണമല്ല ഞാൻ കുറ്റം സമ്മതിച്ചത്. അന്നത്തെ ആ ഒരു ദിവസം എന്റെ അച്ഛൻ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം എങ്ങാനും അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അമ്മയ്ക്ക് ആരും ഉണ്ടാവില്ല. അതിനു വേണ്ടിയിട്ടാണോ നീ ചെയ്യാത്തൊരു കുറ്റം നീ ഏറ്റെടുത്തത്? നമ്മുടെ കുഞ്ഞിനെ കുറിച്ച് നീ ആലോചിച്ചില്ലേ? അവൻ എന്താ ചെയ്യാനായിട്ട് പോകുന്നത്? അതിനവളും ഞാനില്ലാതെ അവനൊരു കുഴപ്പം ഉണ്ടാകില്ല, പക്ഷെ അച്ഛനില്ലാതെ അമ്മയ്ക്ക് പറ്റില്ല. എനിക്കും അവർക്ക് വേണ്ടി ഒന്നും തന്നെ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നോട് നിങ്ങൾ ക്ഷമിക്കണം. ശേഷം ഷീനും മുഖമൊക്കെ കഴുകുന്നുണ്ട്. കരഞ്ഞു കരഞ്ഞ് എന്റെ കണ്ണെല്ലാം ചുവന്ന നിറത്തിലായിട്ടുണ്ട്. നിങ്ങൾ എന്തിനാ അകത്തേക്ക് വന്നത്? ഞാൻ നിങ്ങളോട് വരരുതെന്നല്ലേ പറഞ്ഞത്? അതിനവനും ആ പേന, അയ്യോ ശരിയാ, ഞാൻ ആ പോലീസുകാരനെ തിരിച്ചു കൊടുക്കാനായിട്ട് മറന്നുപോയി. അതൊരു പേനയല്ല, അതൊരു റെക്കോർഡറാണ്. ഇവിടെ ആ ഒരു പോലീസുകാരനും സുപ്പീരിയറിന്റെ ആളുടെ അടുത്ത് എന്തെങ്കിലും തെളിവ് കിട്ടിയോന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് അയാൾ ഒരു കാര്യം പറയുന്നത്. അയാൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആ പേന തരാനായിട്ട് ഞാൻ അയാളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ അയാൾ കരയുകയായിരുന്നു. ആ സമയം ഇവൻ ദേഹത്തും പ്രേതം കയറിയിട്ടുണ്ടായിരുന്നു. അവൻ എന്തൊക്കെയോ പോലീസുകാരന്റെ അടുത്ത് വിളിച്ച് പറയുന്നുണ്ട്. ഷിനും ആ പേന കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ പറയുന്നത് ആരോ എന്നെ പിന്തുടരുന്നുണ്ട് എന്നാണോ? അല്ല, അവൾ എന്താ പറഞ്ഞത്? അവളുടെ അച്ഛനാണോ കൊല ചെയ്തതെന്നാണോ? അല്ല, അവരാരുമല്ല ഇത് ചെയ്തിരിക്കുന്നത്, മറ്റാരോ ആണ്. ഇവിടെ ഹാനം സുപ്പീരിയറോട് ഒരു കാര്യം പറയുന്നുണ്ട്. അവളോ അവളുടെ അച്ഛനോ അല്ല കൊലപാതകി, മറ്റൊരാളാണ്. നിങ്ങൾക്ക് ആരെങ്കിലും സംശയം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവളും എനിക്കൊരാളെ സംശയമുണ്ട്, എനിക്കിത് തെളിയിക്കാനായിട്ട് സാധിക്കും. ഷിനും അവിടെ സംഭവിച്ച കാര്യങ്ങളെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും യഥാർത്ഥ കുറ്റവാളിയെ കണ്ടുപിടിക്കണം. അത് നിന്റെ അമ്മായച്ഛനായാലും ശരി, നമുക്ക് ആൾക്ക് വേണ്ടിയിട്ടുള്ള ശിക്ഷ കൊടുക്കണം. നീ ആരെയാണ് സംശയിക്കുന്നതെന്ന് സുപ്പീരിയറും ചോദിക്കുമ്പോൾ ഷിന്നിന്റെ പേരാണ് അവളും പറയുന്നത്. അവൻ എല്ലാ കാര്യങ്ങളും അറിയാം. ഷിന്നിന്റെ ബോഡി എവിടെയാണ് കിടക്കുന്നതെന്നും എവിടെ വെച്ചിട്ടാണ് കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതും അവനറിയാം. അതുകൊണ്ട് അവനിലൂടെ ഇതെനിക്ക് കണ്ടുപിടിക്കണം. അങ്ങനെ ഷിന്നെ കാണാൻ വേണ്ടിയിട്ട് അവളും വരുന്നുണ്ട്. ആ സമയം പുറത്ത് നിന്നുകൊണ്ട് ഷിന്നും അവളെ കാണുന്നുണ്ട്. ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കാനാണ് വന്നിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ വഴക്ക് കൂടിയിട്ടുണ്ടായിരുന്നല്ലോ. ഞാൻ എന്തൊക്കെയോ അറിയാതെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുപോയി. എന്നോട് നിങ്ങൾ ക്ഷമിക്കണം. അപ്പൊ ശരിക്കും നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നുണ്ടോ? സാൻഹോ എന്നോട് കൂടെ ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ?
പറയുന്നുണ്ടെന്ന് ചോദിക്കുമ്പോൾ അവളും വിശ്വസിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. എങ്ങനെയെങ്കിലും അവൾക്ക് ആ കൊലപാതകയെ കണ്ടുപിടിച്ചാൽ മതി. ഇവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു.